ഹലോ, നമുക്കിന്ന് 6ാം ക്ലാസ്സിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം അല്ലേ? ഇപ്പൊ നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ആക്ടിവിറ്റി നിർബന്ധമായും എഴുതണം. അതാണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. ഗതിവിധി ഏക് കാ ഉത്തർ ലിഖ്ന അനിവാര്യ ഹെ. പിന്നീട് എന്താണ് നോക്കൂ, ദോ സെ 4 തക് കി ഗതിവിധിയോ മേ സെ കിനി 4 കെ ഉത്തർ ലിഖേ. 2 മുതൽ 6 വരെയുള്ള ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ഒരു ആക്ടിവിറ്റി വിടാം. അത് 2 മുതൽ 6 വരെയുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയാണ് നമുക്ക് വിടാൻ പറ്റുള്ളൂ. പിന്നെ ഒന്നാമത്തതിന്റെ ആൻസർ നിർബന്ധമായും എഴുതിയിരിക്കണം. നമുക്ക് ഗതിവിധി ഏക് നോക്കാം. സൂചന ഖണ്ഡ് പഠേ और പ്രശ്നവും കെ ഉത്തർ ലിഖേ. നമുക്കറിയാം എല്ലാ തവണയും നമ്മളിപ്പോൾ 5ാം ക്ലാസ് മുതൽ നമുക്ക് വരുന്നത് ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആദ്യം ഒരു പാരഗ്രാഫ് തരും, അത് വായിച്ചതിന് ശേഷം അതിന് താഴെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ഈ പാരഗ്രാഫിൽ തന്നെയാണ് അതിന് ഉത്തരമൊക്കെ ഉള്ളത് അല്ലെ? അപ്പൊ അതെല്ലാം പാരഗ്രാഫ് നല്ലതുപോലെ വായിച്ചതിന് ശേഷം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഇനി നമുക്ക് പാരഗ്രാഫ് നോക്കിയാലോ. दुनिया की सबसे बड़ी खेल प्रतियोगिता है ओलंपिक. इसका नाम ग्रीस ओलंपस पर्वत से जुड़ा हुआ है, इसलिए इस खेल का नाम ओलंपिक पड़ा. ओलंपिक के झंडे में प्रतीक चिन्ह के 5 रंग है, नीला, पीला, काला, हरा और लाल. ओलंपिक खेल के उद्देश्यों में एक है विश्व की एकता. हर साल 23 जून को ओलंपिक दिवस मनाया जाता है. ഇതാണ് പാരഗ്രാഫിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ദുനിയ കി സബ്സെ ബഡി ഖേൽ പ്രതിയോഗിത ഹെ ഒളിമ്പിക്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു കളിയാണ്, എന്താണ്, മത്സരമാണ് ഒളിമ്പിക്സ്. അപ്പോൾ ഇത് ഗ്രീസിലെ ഒളിമ്പിക്സ് പർവ്വതത്തിൽ നിന്നാണ് ഈ പേര് വന്നത്, ഒളിമ്പിക്സ് എന്നുള്ള പേര് വന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെന്താണ്, ഒളിമ്പിക് झंडे का प्रतीक चिन्ह के रूप में. അതിലെ झंडയിൽ 5 രംഗാണ്. ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? നീല, പീല, കാല, ഹര ഓർ ലാൽ. പിന്നെ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ കളിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് വിശ്വക്ക് ഏകതയാണ്, യൂണിറ്റി ആണ്. പിന്നെ എല്ലാ വർഷവും ജൂൺ 23 ഒളിമ്പിക് ദിവസ് ആണ് അല്ലെ? നമുക്കറിയാം അല്ലെ, ഒളിമ്പിക് ദിവസമായിട്ട് ആഘോഷിക്കാറുണ്ട് എല്ലാ വർഷവും ജൂൺ 23. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലെ. ഒളിമ്പിക് ഖേൽ കി ശുരുവാത് കഹാം ഹുയി. എവിടെ, അല്ലെങ്കിൽ ഒളിമ്പിക് ഖേൽ കി ശുരുവാത് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ എവിടെയാണ് ഇതിന്റെ തുടക്കം? ഒളിമ്പിക് ഖേലിന്റെ ഗ്രീസ്, ഭാരത്, നേപ്പാൾ, ജപ്പാൻ. എവിടെയാണ്? ഗ്രീസ് ആണ് അല്ലെ? ഒളിമ്പിക് കെ झंडे में प्रतीक चिन्ह के कितने रंग है. അതേപോലെ തന്നെ ഒളിമ്പിക് झंडे में അതില് പ്രതീക് ചിഹ്നം ഉണ്ട്, അതിന് എത്ര നിറങ്ങളാണ് ഉള്ളത്? 4, 5, 3, 9. എത്രയാണ്? 5. ഒളിമ്പിക് ദിവസ് കബ് മനായ ജാതാ ഹെ. പിന്നെ ഒളിമ്പിക് ദിവസ് എന്നാണ് ആഘോഷിക്കുന്നത്? എപ്പോഴാണ്? നമുക്കറിയാം, പാരഗ്രാഫ് വായിച്ചു, എല്ലാ വർഷവും ജൂൺ 23 ആൻസർ ജൂൺ 23. ഒളിമ്പിക് ഖേൽ കാ നാം കിസ് പർവത് സെ ജുഡാ ഹുവാ ഹെ. ഈ ഒളിമ്പിക്സ് എന്ന പേര് ഏത് പർവ്വതവുമായി ബന്ധപ്പെട്ടതാണ്? ഒളിമ്പസ് അല്ലെ? നമ്മളത് വായിച്ചു, ഗ്രീസില് ഒളിമ്പസ് പർവത് സെ ജുഡാ ഹുവാ ഹെ എന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. അതന്നെയാണ് ആൻസർ. ഒളിമ്പിക് ഖേൽ കാ ഉദ്ദേശ്യ ക്യാ ബതായാ ഹെ. ഇവിടെ ഒളിമ്പിക്സിന്റെ ഉദ്ദേശ്യം, ലക്ഷ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്? വിശ്വ കാ സംഘർഷ്, വിശ്വ കി ഏകത, വിശ്വയുദ്ധ്, വിശ്വ കി അശാന്തി. ഏതാണ് വരിക? വിശ്വ കി ഏകത. നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം ട്ടോ. बबुआ और बूढ़ा कवितांश पढ़कर नीचे दिए प्रश्नों का उत्तर लिखे. ഈ ബബുവ ബൂഡ എന്നുള്ള കവിത വായിച്ച് അതിന്റെ ചെറിയൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ബബുവ ബോല ബഹുത് ബുരാ ഹെ, ബട്ട്
के हम पर ध्यान न देते। बूढ़े ने बूढ़े हाथों से हाथ फिराया बबुआ पर. ക്വസ്റ്റ്യൻസ് നോക്കാം. കോൺ ബബുവ പർ ധ്യാൻ ന ദേത്ത, ആരാണ് ബാലകനെ ശ്രദ്ധിക്കാതിരുന്നത്? ഇപ്പൊ നമുക്ക് ആ കവിതയുടെ വരി വായിച്ചാൽ തന്നെ കിട്ടും അല്ലെ. ബഡ്കെ ഹം പർ ധ്യാൻ ന ദേത്തെ. അപ്പൊ നമ്മൾ എന്താണ് ഉത്തരം എഴുതേണ്ടത്? ഒന്നില്ലെങ്കിൽ ബഡ്കെ എന്ന് എഴുതാം, അല്ലെങ്കിലോ ബഡേ ലോഗ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ये हाशे वाली पंक्तियां चुनकर लिखे, बूढ़े ने अपने हाथों से ബബുവ കോ സഹലായ. ഈ ആശയം വരുന്ന വരികൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ബൂഡെ തന്റെ കൈകൾ കൊണ്ട് ബാലകനെ തലോടി. ഏതാണ് വരിക? ബൂഡേനെ ബൂഡെ ഹാത്തോം സേ ഹാത്ത് ഫിരായ ബബുവ പർ. ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കിയാലോ. സൂചന നന്നാ ഉല്ലു പാഠഭാഗ का यह अंश पढ़े और प्रश्नों के उत्तर लिखे. നന്നാ ഉല്ലുവിന്റെ പാഠഭാഗത്തിലെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അത് വായിക്കാം അല്ലെ. അഗലി രാത് നന്നെ ഉല്ലു ने अपने अम्मा से पूछा, समुद्र कितना गहरा है? बहुत गहरा. अम्मा बोली, कितना गहरा? नन्हे उल्लू ने पूछा. अम्मा आसमान की ओर देखने लगी. लगभग उतना ही गहरा है जितना ऊंचा आसमान है. अम्मा बोली. नन्हा उल्लू ऊपर देखने लगा. वह पूरी रात पेड़ पर बैठा रहा. ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലെ. മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ നന്നാ ഉല്ലു അടുത്ത ദിവസം അമ്മയോട് ചോദിക്കുകയാണ്, സമുദ്രത്തിന് എത്ര ആഴമുണ്ട്? അമ്മ പറയാണ് ബഹുത് ഗഹര. അപ്പൊ വീണ്ടും ചോദിക്കുകയാണ് കിത്നാ ഗഹര എന്ന്. വീണ്ടും ചോദിച്ചപ്പോ അമ്മ ആകാശത്തോട്ട് നോക്കിയിട്ട് ആസ്മാൻ കി ഓർ ദേഖ്നെ ലഗി. എന്നിട്ട് എന്താണ് പറയുന്നത്? ലഗ്ഭഗ് ഉത്നാ ഹി ഗഹര ഹെ ജിത്നാ ഊഞ്ചാ ആസ്മാൻ ഹെ. ആകാശത്തിന് എത്ര ഉയരമുണ്ടോ അത്രയും താഴ്ചയുണ്ട് സമുദ്രത്തിന്, ആഴമുണ്ട്. അമ്മ പറയാണ്. അപ്പൊ നന്നാ ഉല്ലു ഊപ്പർ ദേഖ്നെ ലഗി. അപ്പൊ നന്നാ ഉല്ലു മേലെ നോക്കാൻ തുടങ്ങി. പൂരി രാത് അന്ന് രാത്രി മുഴുവൻ അവൻ പേട് പർ ബൈഠാ രഹ. ചോദ്യം നോക്കാം. നന്നാ ഉല്ലു പൂരി രാത് കഹാം ബൈഠ. രാത്രി മുഴുവൻ നന്നാ ഉല്ലു എവിടെയാണ് ഇരുന്നത്? ആൻസർ എന്താണ് വരിക? പേട് പർ. അമ്മ ഉല്ലു ഓർ നന്നെ ഉല്ലു കെ ബീച്ച് കാ വാർത്താലാപ് തയ്യാർ കരെ. അമ്മ ഉല്ലുവും നന്നാ ഉല്ലുവും അവരുടെ ആ ഒരു സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൊടുത്തിട്ടുണ്ട് അല്ലെ. നന്നാ ഉല്ലു ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് അമ്മ ഏക് ബാത് പൂച്ചു. പിന്നീട് എന്താണ് വന്നിരിക്കുന്നത്? അമ്മ ഉല്ലു. അപ്പൊ അവിടെ എന്താ വരിക? അമ്മ ഉല്ലു അമ്മ എന്താണ് മറുപടി പറയേണ്ടത്? ഹ പൂച്ചോ. പിന്നെ നന്നാ ഉല്ലു അത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. അമ്മ സമുദ്ര കിത്നാ ഗഹരാ ഹെ. അമ്മ സമുദ്രത്തിന് എത്ര ആഴമുണ്ട് അല്ലെങ്കിൽ എത്ര അടി താഴ്ചയുണ്ട്? അപ്പൊ അമ്മ ഉല്ലു. അപ്പൊ അമ്മ എന്താണ് മറുപടി പറയുക? ബഹുത് ഗഹര. ഇനി നന്നാ ഉല്ലു അത് നമ്മൾ എഴുതണം അല്ലെ. അപ്പൊ കിത്നാ ഗഹര വീണ്ടും ചോദിച്ചു അല്ലേ എത്ര ആഴമുണ്ട് എന്ന്. അപ്പൊ നമ്മള് കിത്നാ ഗഹര അമ്മ ഉല്ലു. പിന്നെ നമ്മളുടെ ആ പാരഗ്രാഫിലുണ്ട് അമ്മ ഉല്ലു പറഞ്ഞത്, അതങ്ങനെ എഴുതിയാലും മതി. ലഗ്ഭഗ് ഉത്നാ ഹി ഗഹരാ ഹെ ജിത്നാ ഊഞ്ചാ ആസ്മാൻ ഹെ. അത് ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട് അല്ലെ. അമ്മ പറഞ്ഞത് ലഗ്ഭഗ് ഉത്നാ ഹി ഗഹരാ ഹെ ജിത്നാ ഊഞ്ചാ ആസ്മാൻ ഹെ. അങ്ങനെ നമ്മുടെ സംഭാഷണം പൂർത്തിയാക്കാം. നാലാമത്തെ ആക്ടിവിറ്റി നോക്കിയാലോ. മാർച്ച് ലേക്ക് അംശ് പഠേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. മാർച്ച് അതിന്റെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ആ പാരഗ്രാഫ് ഒന്ന് നോക്കിയാലോ. മാർച്ച് കെ ദിനോം हाथों में किताबें और आंखों में नींदें रहा करती थी. दो पन्ने पलटते ही नींद के हाथ आकर आंखों पर पलकें खींच आते. उन दिनों अक्सर ये सोचते कि काश आंखें बंद किए पढ़ाई हो पाती, तब कितना मजा आता. എന്താണ് പറഞ്ഞിട്ടുള്ളത്? മാർച്ച് ആയി കഴിഞ്ഞാൽ കയ്യിൽ ബുക്കും കണ്ണുകളിൽ ഉറക്കമാണ് അല്ലെ. ബുക്ക് എടുത്താൽ തന്നെ നമുക്ക് എല്ലാവർക്കും എന്ത് വരും? ഉറക്കം വരും. കണ്ണുകൾ എങ്ങനെ
2 പേജ് മറിക്കാത്ത മുന്നേ കണ്ണുകൾ ഇങ്ങനെ അടഞ്ഞു പോകും. അപ്പോഴാണ് ചിന്തിക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത്? ആങ്കേ ബന്ദ് കിയേ പഠായി ഹോ പാത്തി. അപ്പോ കണ്ണുകൾ അടച്ച് പഠിക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ഉറക്കത്തിലും പഠിക്കാൻ കഴിയുമെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? അപ്പോ ക്വസ്റ്റ്യൻസ് നോക്കാം. മാർച്ച് കെ ദിനോം കി വിശേഷത ക്യാ തി? എന്താണ് മാർച്ച് മാസത്തിന്റെ വിശേഷത? എന്താണ് വിശേഷത? മാർച്ച് കാ മഹീന എന്ന് പറയുന്നത് എന്താണ്? പരീക്ഷാ കാ സമയ് ഹെ. പിന്നെ അത് മാത്രമല്ല, മാർച്ച് ആയി കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? മാർച്ച് കെ ദിനോമേ ഹാത്തോമേ കിതാബേ और आंखों में नींदे रहा करती थी. അപ്പൊ നമ്മൾ ആൻസർ എന്താ എഴുതുക? മാർച്ച് കെ ദിനോം കി വിശേഷത ക്യാ തി? പരീക്ഷാ കാ സമയ് ഹെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാർച്ച് കാ മഹീന പരീക്ഷാ കാ സമയ് ഹെ, മാം ആപ്സെ പഠനെ കെ ലിയെ कहती है. അപ്പൊ മാർച്ച് മാസം പരീക്ഷയുടെ സമയമാണ് അല്ലേ? അമ്മയാണെങ്കിലോ ഏത് നേരം പഠിക്കി പഠിക്കി പറയും. ദോനോം കെ ബീച്ച് കാ വാർത്താലാപ് തയ്യാർ കരേ. അപ്പൊ ഒരു സംഭാഷണം തയ്യാറാക്കാനാണ് പറയുന്നത്. നോക്കാം സംഭാഷണം. മാം, രാജ तू क्या करता है? അപ്പൊ രാജ तू क्या करता है? എന്താ ചെയ്യുന്നത്? രാജ പഠനെ ബൈഠാ താ ലേക്കിൻ, പഠിക്കാനിരുന്നു പക്ഷേ. മാം, ലേക്കിൻ ക്യാ ഹെ? എന്താണ്? രാജ, നീന്ത് ആനെ സെ ആങ്കേ ബന്ദ് ഹോത്തി. ഉറക്കം വരുന്നത് കൊണ്ട് കണ്ണുകൾ അങ്ങനെ അടഞ്ഞു പോകുന്നു. മാം, തോ ചൽക്കർ പഠോ. എന്നാ നടന്ന് പഠിക്കി. രാജ, കുച്ച് ദേർ സോ ജാനെ കെ ബാദ് പഠോ. കുറച്ചു നേരം ഉറങ്ങിയതിന് ശേഷം പഠിക്കാം. മാം, ടീക് ഹെ. ഇത്രയുമാണ് സംഭാഷണത്തിൽ വരുന്നത്. അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കിയാലോ? സൂചന. जमीन को जादू आता है कवितांश पढ़कर नीचे दिए प्रश्नों के उत्तर लिखें. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ജമീൻ കോ ജാദു ആത്താ ഹെ എന്ന കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വരികൾ നോക്കാം. അഗർ मैं फूल मांगूं तो गुलाबी फूल देती है, मैं जो रंग दूं उसे वो रंग देती है, ये सारे रंग क्या उसने नीचे छुपा रखे हैं मिट्टी में, बहुत खोदा मगर कुछ भी नहीं निकला, जमीन को जादू आता है. അപ്പോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം അല്ലേ? ഇത് കവിതാംശ കാ ആശയ ലിഖേ, കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. അതിന്റെ ആശയം എഴുതിയാൽ മതിയാകും. നമ്മൾ ആശയം എഴുതുന്നതിന് മുൻപ് ഈ കവിത ആരെഴുതിയതാണ് എന്നൊക്കെ സൂചിപ്പിക്കണം. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ ആശയം. यह गुलजार द्वारा रचित जमीन को जादू आता है കവിത കാ അംശ. ഇത് ഗുൽസാർ ആണ് എഴുതിയത്. ഗുൽസാറിന്റെ ജമീൻ കോ ജാദു ആത്താ ഹെ എന്ന കവിതയുടെ കുറച്ചു ഭാഗങ്ങളാണ്, കുറച്ച് വരികളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇസ്മേം കവി कहते हैं कि फूल मांगे तो മിട്ടി ഗുലാബി ഫൂൾ ദേത്തി ഹെ. കവി എന്താണ് പറയുന്നത്? നമ്മൾ ഏത് ഫൂൾ ഇപ്പൊ ചോദിച്ചാൽ നമുക്ക് ഗുലാബി ഫൂൾ, മിട്ടി മണ്ണ്, നമുക്ക് ഏത് പൂ ചോദിച്ചാലും തരും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളൊരു പൂ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മണ്ണ് ഗുലാബി ഫൂൾ തരും. ജോ രംഗ് ചാത്തെ ഹെ വഹ് രംഗ് ദേത്തി ഹെ. നമ്മൾ ഏത് നിറമാണോ ആഗ്രഹിക്കുന്നത് ആ നിറം നമുക്ക് കിട്ടും. ക്യാ ഏ സാരേ രംഗ് മിട്ടി നെ നീച്ചെ ഛുപാ രഖേ ഹെ. ഈ കളറുകളെല്ലാം മണ്ണ് എന്താണ് അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ? മണ്ണിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ? ഇസ്കെ ബാരെ മേ ജാനനെ കെ ലിയേ കവിനെ ബഹുത് ഖോദ. ഇതറിയാൻ വേണ്ടി കവി കുറെ അന്വേഷിച്ചു. പർ കുച്ച് നഹി നിക്കലാ ഹെ. പക്ഷെ അതിനുള്ള മറുപടി ഒന്നും, അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവൊന്നും കവിക്ക് കിട്ടിയില്ല. ജമീൻ കോ ജാദു മാലൂം ഹെ. ഭൂമിക്ക് എന്തായാലും, നമ്മളുടെ മണ്ണിന്, നിലത്തിന് മാജിക് അറിയാം. ഈ കൊടുത്തിരിക്കുന്ന വരികളുടെ ആശയമാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
ആറാമത്തെ ആക്ടിവിറ്റി നോക്കാം. അവിടെ ചിത്രക്കെ അനുസാർ വാക്യം കോ ക്രമബദ്ധ കരെ. ചിത്രത്തെ അടിസ്ഥാനമാക്കി വാക്യങ്ങള് ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ചിത്രം നോക്കൂ. ആദ്യത്തെ ചിത്രത്തിൽ എന്താണ്? ബഗുളയും ബന്ദറും ആണ് അല്ലെ. അപ്പൊ 4 സെന്റൻസ് തന്നിട്ടുണ്ട്. അതില് ആദ്യത്തെ ചിത്രത്തിന് യോജിച്ചത് ഏതാണ് നോക്കാം. ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുന്നത് നോക്കാം. ദോനോ പാനി ഡൂൺത്തെ ഹുയെ ബില്ലി സെ മിലെ, सबने मिलकर बादल को बचाया, बगुला बंदर से मिले, बादल वहां बूढ़े बबूल में फंसा था. നമുക്ക് ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് കാണാൻ കഴിയുന്നത്? ബഗുള ബന്ദർ സെ മില. അപ്പൊ ആദ്യത്തെ സെന്റൻസ് ബഗുള ബന്ദർ സെ മില. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കൂ. दोनों पानी ढूंढते हुए ബില്ലി സെ മില. ഇപ്പൊ രണ്ടുപേരും വെള്ളം തെരഞ്ഞ് ബില്ലി സെ മില. പിന്നെ മൂന്നാമത്തെ ചിത്രം ബാദൽ വഹാം ബൂഢേ ബബൂൾ മേം ഫസാ ഥാ. ബാദൽ വഹാം ബൂഢേ ബബൂൾ മേം ഫസാ ഥാ. മൂന്നാമത്തേത്. ഇനി നാലാമത്തെ എന്താണ്? എല്ലാവരും കൂടെ രക്ഷിക്കുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സബ്നെ മിൽക്കർ ബാദൽ കോ ബച്ചായ. ഇതാണ് വരിക. അപ്പൊ ഇതും നമ്മുടെ പാഠഭാഗത്തുള്ളത് തന്നെയാണ്. പാഠഭാഗത്തിലുള്ള എല്ലാ ആക്ടിവിറ്റികളും നല്ലതുപോലെ പഠിച്ചിട്ട് എക്സാം എഴുതാൻ പോവാട്ടോ.